ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇത് ശ്രീ വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തമിഴ്നാട് ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണേ നമുക്ക് തോന്നിക്കത്തുള്ളൂ. നല്ലൊരു പോസിറ്റീവാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ബുധനൂർ എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തർക്ക് ഭഗവാനെ നേരിട്ട് പൂജിക്കാവുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷം കൊണ്ട് ചരിത്രം ഉറങ്ങുന്ന ഈ ക്ഷേത്രം മേൽക്കൂര ഇല്ലാത്തതും മാവ്, ആല്, ഇലിഞ്ഞി, മറ്റ് വള്ളിപ്പടർപ്പുകളാലും കാവുകളും കുളങ്ങളും കല്ലുവിളക്കുകളും പ്രകൃതി നിർമ്മിതമായ ശ്രീലകവുമായി നിലകൊള്ളുന്നു. പ്രതിഷ്ഠയില്ലാത്ത ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും പല കാരണങ്ങളാലും വ്യത്യസ്തത നിലകൊള്ളുന്നു. മഴ, വെയിൽ, കാറ്റ് തുടങ്ങിയ പ്രകൃതിയുടെ എല്ലാ മാറ്റങ്ങളും നേരിൽ ഉൾക്കൊള്ളുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന പ്രത്യേകതയും വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിനുണ്ട്. അതിമനോഹരമായ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിങ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്കിവിടെ വരുമ്പം തന്നെ ഒരു പോസിറ്റീവ് നമുക്ക് ഫീൽ ചെയ്യും. കുറേ നേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. എന്നിരുന്നാലും ഇവിടെ എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് നമുക്ക് അനുഭവപ്പെടും. ഈ പ്രപഞ്ചത്തിലെ 33 കോടി ദേവഗണങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ഉത്ഭവം പ്രപഞ്ചത്തിൽ നിന്നാണ്. പ്രപഞ്ചനാഥനായ പരബ്രഹ്മം കുടികൊള്ളുന്ന ഈ പുണ്യസങ്കേതത്തിൽ പ്രകൃതി നിർമ്മിതമായ ശ്രീകോവിലും ആൽത്തറയും കൽവിളക്കുകളും സർപ്പക്കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. ശൈവാരാധനയുടെ പാരമ്പര്യമുള്ള ഈ ദേവസ്ഥാനം പ്രാചീന ഭാരതീയ നാഗരികതയുടെ വിശിഷ്ട ദ്രാവിഡരുടെയും സംഭാവനയാണ്. എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം അസാധ്യമായ കാലത്തും നാനാജാതി മതസ്ഥർക്കും പ്രവേശിക്കാവുന്നതും ഇടനിലക്കാരില്ലാതെ ഭഗവാനെ പൂജിക്കുന്ന ദിവ്യ സങ്കേതമാണ് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രം. ഭാരതത്തിലെ 108 ദേവസ്ഥാനങ്ങളിൽ ഒന്നായ വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രകൃതി നിർമ്മിതമായ ശ്രീകോവിലിനു ചുറ്റും നിലവിളക്കം കത്തിച്ച് 108 ശിലകളിൽ കൂടി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കി തിരുനടയിൽ ആ ദീപം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കും എന്നാണ് ഒരു പ്രപഞ്ച സത്യമാണ്. കൂടാതെ 108 ശിലാക്ഷേത്രങ്ങളിൽ ദർശിച്ച പുണ്യവും പാപമുക്തിയും ലഭിക്കും. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഈ പുണ്യസങ്കേതത്തിൽ ദർശനത്തിനായി എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും നിത്യേന ഭഗവാന്റെ ഇഷ്ട വഴിപാടായ അന്നദാനവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ കാണുന്നത്